നെക്ക് റൗണ്ട് ആണ് എടുക്കേണ്ടത്. നെക്ക് റൗണ്ട് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ഫ്രം എ അപ്ലൈ നെക്ക് റൗണ്ട് ബൈ 6 പ്ലസ് 3/8. നെക്ക് റൗണ്ട് ബൈ 6 എന്ന് പറയുമ്പോൾ 2.6 സംതിങ് ആണ് വരുന്നത്. 2.6 സംതിങ് വരും. അതിനുശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യാം, 3/8 എക്സ്ട്രാ ആഡ് ചെയ്യാം. ഓക്കെ, 3/8 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 1/4 ഇഞ്ച് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് എത്തുന്നതിനൊക്കെ വരും. ഇതിന് എം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം, എം. അതേപോലെ തന്നെ ഫ്രം എം അപ്ലൈ 3/4 ഇഞ്ച് അപ്പ് ആൻഡ് ലേബൽ M1. ജോയിൻ എ M1 വിത്ത് എ സ്മൂത്ത് കർവ്. അതിന് ശേഷം മുകളിലേക്ക് 3/4 ഇഞ്ച് 3/4 ഇഞ്ച് എക്സ്ട്രാ മുകളിലേക്ക് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഈ എമ്മിൽ നിന്ന് മുകളിലേക്ക് 3/4 ഇഞ്ച് മെഷർമെൻറ്റ് എടുക്കുക. 3/4 ഇഞ്ച് എന്ന് പറയുന്നത് M1 മാർക്ക് ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യാം. അതിനുശേഷം ജോയിൻ എ M1 വിത്ത് സ്മൂത്ത് കേർവ്. സ്മൂത്ത് കേർവ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് ചെയ്താൽ മതി. ഫ്രഞ്ച് കർവ് ഉള്ളവരുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സ്മൂത്ത് കേർവ് ഇതുപോലെ എല്ലാ കർവ് വേണ്ടത്. സ്മൂത്ത് കർവ് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ തന്നെ ഫ്രം ബി അപ്ലൈ നെക്ക് ബൈ 6 പ്ലസ് 3/16 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റെപ്പ് 7 ഫ്രം ബിയിൽ നിന്ന് ഇതുപോലെ നെക്ക് റൗണ്ട് എടുക്കുക. നെക്ക് റൗണ്ട് ബൈ 6 എന്ന് പറഞ്ഞാൽ 2.6 സംതിങ് വരും. പ്ലസ് 3/16 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഈ മെഷർമെൻറ്റിന് 1 ഇഞ്ചിന് നമ്മൾ 16 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ 3/16 ആണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ഇത് നമ്മൾ O എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ നെക്ക് ഡ്രോപ്പ് ബാക്ക്. ഇത് ഈ സൈഡ് ബാക്കാണ് വരുന്നത്, സെൻറ്റർ ബാക്കാണ്. ഇത് സെൻറ്റർ ഫ്രണ്ട് ആണ്. ഇപ്പോൾ ഇവിടെ ബാക്ക് സൈഡാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡ് നമ്മുടെ ആംഹോൾ നെക്ക് റൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഡെപ്ത് കുറവായിരിക്കും. ഫ്രണ്ടിനാണെങ്കിൽ ഡെപ്ത് കൂടുതലായിരിക്കും. ബട്ടൺ ഹോളും കാര്യങ്ങളൊക്കെ ബട്ടൺ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം, നമ്മൾ നെക്ക് റൗണ്ടിൽ ബട്ടൺ ക്ലോസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ ഈ ഭാഗത്ത് കുറച്ചും കൂടി ഓപ്പണിംഗ് കൂടും. അപ്പം അടുത്ത അളവ് എന്ന് പറയുന്നത് B/R എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. B/R എന്ന് പറയുന്നത്
apply neck round by 6 plus half inch. Neck round by 6 plus 2.6 something ആണ്. നെക്ക് റൗണ്ട് ബൈ 6 വരുമോ, പ്ലസ് ഹാഫ് ഇഞ്ച് വീണ്ടും ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് 6 മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഷേപ്പ് or join 0 and R with a smooth curve, or shape 0 to 0 to അല്ല O to R. ഷേപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 8, ജോയിൻ M1 to N and O to P ആണ്. ലേബൽ N1 and P1 ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് N നമ്മൾ കാണണം. N എന്ന് പറയുന്നത് E to N is equal to chest by 20 E to N is equal to chest by 20. അപ്പം ചെസ്റ്റ് ഡിവൈഡ് ബൈ 20 മെഷർമെൻ്റ് ആണ് ഇങ്ങോട്ടേക്ക് എടുക്കേണ്ടത്. അതുപോലെ തന്നെ E to N ഉം E to P നമ്മളിവിടെ കാണാനുണ്ട്. E to N നമ്മൾ എടുക്കേണ്ടത് ചെസ്റ്റ് ബൈ 20 ആണ്. ചെസ്റ്റ് ബൈ 20 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1.8 ഇഞ്ച് ആയിരിക്കും. 1.8 ഇഞ്ച്. E to N. ഇതാണ് E to N എന്ന് പറഞ്ഞിട്ടുള്ള മാർക്ക്. അത് കഴിഞ്ഞിട്ട് E to P എന്ന് പറഞ്ഞിട്ടുള്ള മാർക്ക് എന്നതാണ് ചെസ്റ്റ് ബൈ 14. ചെസ്റ്റ് ബൈ 14 എന്ന് പറയുമ്പോൾ 2.57 ആണ് വരുന്നത്. 2.57. ഇത് നമ്മൾ P എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് E to N എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ബൈ 20. നിങ്ങൾ ഹാൻഡ് ബുക്കിൽ ഇല്ലാത്ത കാര്യമാണ്. E to N is equal to ചെസ്റ്റ് ബൈ 20. E to P is equal to ചെസ്റ്റ് ബൈ 14. നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ജോയിൻ M1 to N and O to P. M1 to N നമ്മൾ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ O to P എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ലൈനിന് എന്ത് ചെയ്യണം, ലേബൽ N1 and P1 ഓൺ IJ and KL ലൈൻ. അപ്പോൾ IJ എന്ന ലൈനിൽ ഇവിടെ നമ്മൾ N1 എന്ന് കൊടുക്കുക, KL ലൈനുള്ളതിന് P1 എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോൾഡർ ലൈൻ കംപ്ലീറ്റ് ആയി. ഇത് ഷോൾഡറാണ്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 9, ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓൺ N1J. N1 to J എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡിൽ പോയിന്റ് കാണാം. N1 to J എന്ന് പറയുന്ന ലൈനിൻ്റെ മിഡിൽ പോയിന്റ് കാണാം. ലേബൽ N2 എന്ന് ലേബൽ ചെയ്യാം. അപ്പോൾ ഇതിന് മിഡിൽ പോയിന്റ് N1 to J എത്രയാണ് നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. 9.5 ഇഞ്ചാണുള്ളത്. 4.25 കിട്ടും. അതാണ് മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന് N2 എന്ന് മാർക്ക് ചെയ്യാം. ലേബൽ N2. അത് കഴിഞ്ഞാൽ നമ്മളിത് എന്ത് ചെയ്യുക, ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് ബാക്ക് ആം ഹോൾ കർവ് എന്ന് പറയുന്നത്.
ഇതേപോലെ തന്നെ ഈ നമ്മുടെ N1 to J ൻ്റെ N2 എന്ന് പറയുന്ന മിഡ് പോയിന്റ് കണ്ടു. അതുപോലെ തന്നെ P1 to L എന്ന് പറയുന്നതിൻ്റെ ആൻഡ് ഓൾസോ ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് P1 to L. അവിടെ നമുക്ക് 8.8 കിട്ടുന്നുണ്ട്. 8.5 മിഡ് പോയിന്റ് ആണ് കാണുന്നത്. 4.3/8 ആണ് വരിക. 8.5 മിഡ് പോയിന്റ് 4.3/8 ആണ്. അതിന് P2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം. P2 P1 to L ൻ്റെ മിഡിൽ പോയിന്റ് നമ്മൾ N1 to J ൻ്റെ മിഡിൽ പോയിന്റ് N2 ആയിട്ടും P1 to L ൻ്റെ P2 ആയിട്ടും കണ്ടു. അപ്പോൾ ഇത്രയും കണ്ടതിന് ശേഷം ഫ്രം P2 മെഷർ ഇൻ ബൈ 3/8 ഇഞ്ച് ലേബൽ P3. അപ്പോൾ ഇവിടുന്ന് ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 3/8 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യണം. 3/8 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. അതിന് P3 P2 നിന്നാണ് ഫ്രം P2 മെഷർ ഇൻ ബൈ 3/8 ഇഞ്ച് ലേബൽ P3. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് 11 എന്ന് പറയുന്നത് ജോയിൻ N1, N2 ആൻഡ് S വിത്ത് സ്മൂത്ത് കർവ്. അതുപോലെ തന്നെ P1, P3 ആൻഡ് S വിത്ത് സ്മൂത്ത് കർവ്. ഇത് രണ്ടും ആം ഹോൾ കേർവ്സ് ആണ്. അപ്പോൾ N-ഉം N1 നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മിഡിൽ പോയിന്റ് എന്ന് വന്നിട്ട് എസിലേക്ക് ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. ബാക്കിയുള്ളത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വരെ പോകും, N1 വരെ. ഓക്കെ, അപ്പോൾ N1, N2, S വിത്ത് സ്മൂത്ത് കർവ്. അതുപോലെ തന്നെ P1, P3 കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഇവിടത്തേക്ക് ഷേപ്പ് ചെയ്യാനുണ്ട്. എസിലേക്ക് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. ചെറിയ കറക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇത്രയാണ് ഷേപ്പ് ചെയ്യേണ്ടത്. ഇത് ഫ്രണ്ട് ആം ഹോൾ കർവും ഇത് ബാക്ക് ആം ഹോൾ കർവാണ്. P1, P3, S എന്ന് പറയുന്നത് ഫ്രണ്ട് ആം ഹോൾ കർവ്. N1, N2 ആൻഡ് J എന്ന് പറയുന്നത് ബാക്ക് ആം ഹോൾ കർവ്. സോറി, N1, N2, S എന്ന് പറയുന്നത് ബാക്ക് ആം ഹോൾ കർവാണ്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞു. ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രം A measure 3/4 inch as yoke height and label A1. അപ്പോൾ ഇവിടെ നിന്ന് A എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്രയാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ 3/4 ഇഞ്ച് ആണ്. 3/4 ഇഞ്ച് 3.25 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക. ഇതിന് ഹാൻഡ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവുക സ്മോൾ ലെറ്റർ A1 ആയിരിക്കും. A1 മാർക്ക് ചെയ്യാം. A1 അത് കഴിഞ്ഞിട്ട് സെയിം അളവ് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോ എ പാരലൽ ലൈൻ ടിൽ IJ ലൈൻ. IJ ലൈനിന് പാരലൽ ആയിട്ടല്ല വേണ്ട, IJ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന വിധത്തിലാണ്. നമ്മൾ ഇതേ അളവ് തന്നെ ഇവിടെ ഇങ്ങോട്ട് താഴോട്ടേക്ക് എടുത്താൽ മതി. 3.25. ഇതിന് A2 എന്ന് കൊടുക്കുക. ലേബൽ A2 IJ ലൈനിൽ A2 എന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് A1, A2 എന്ന് പറഞ്ഞാൽ ഇത് യോക്ക് ഭാഗമാണ്. ബാക്ക് യോക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിൽ സെപ്പറേറ്റ് പീസ് കാണാം നിങ്ങൾ ഷർട്ടിൽ, അതാണ് ഈ ഭാഗം. ഇത് സെൻറ്റർ ബാക്ക്. ബാക്കിയുള്ള ഭാഗം എന്ന് വെച്ചാൽ സെൻറ്റർ ബാക്ക് ആവും. ഇത് ഫ്രണ്ട് ആണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഷോ ഓൾ ദ ബേസ് ലൈൻ ബ്രോക്കൺ ലൈൻസ്. എല്ലാ ബേസ് ലൈനും ബ്രോക്കൺ ലൈൻസ് ആയിട്ട് കാണാം. അപ്ലൈ റിക്വയർഡ് ഇൻഫർമേഷൻ. ബാലൻസിങ് ഓഫ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇസ് റിക്വയർഡ്. അതുപോലെ പ്ലേസ് ഫ്രണ്ട് ആൻഡ് ബാക്ക് മീറ്റിംഗ് ഷോൾഡർ ലൈൻ ടുഗദർ. മെഷർ 3/4 inch in one shoulder line of front. Make a line and cut the same. Attach the same to back shoulder line. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കാര്യങ്ങൾ എന്തൊക്കെ ലാൻഡ് മാർക്സ് ആണ് കൊടുക്കേണ്ടത് അതൊക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പിക്ചർ, ബാക്കിയുള്ള പിക്ചർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ബാക്ക് എപ്പോഴും ഫോൾഡ് ആയിരിക്കും.
ഷർട്ട് ബാക്ക് ഫോൾഡ് ആണ്. ഫോൾഡ് ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഈ ലൈനിൻ്റെ അർത്ഥം എന്താണ്? ഫോൾഡ് എന്നാണ്. ഈ സൈഡ് ഫോൾഡ് എന്നാണ്. അതുപോലെ ഗ്രെയിൻ ലൈൻ കൊടുക്കുക. ഗ്രെയിൻ ലൈൻ വാർപ്പ് ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകേണ്ടത്. അതുപോലെ തന്നെ ഇവിടെയും ഗ്രെയിൻ ലൈൻ മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് ഫോൾഡ് അല്ല, കട്ട് 2 പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ എടുക്കണം. എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ എന്താ പറയുക, ഈ ഭാഗത്താണ് പ്ലാക്കറ്റ് വരുന്നത്. പ്ലാക്കറ്റിന് വേണ്ടി എക്സ്ട്രാ എടുക്കേണ്ടി വരും ഇവിടെ. ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തെന്ന് മാത്രം. അതുപോലെ എല്ലാ ഭാഗത്തും സീം അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പാറ്റേൺ ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളത് പ്ലാക്കറ്റിനൊക്കെ തുണി നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുക. സീം അലവൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഇതാണ് ചെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ ലൈൻ. ചെസ്റ്റ് ലൈനാണിത്. ഈ ലൈനാണ് ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഭാഗം വേസ്റ്റ് ലൈനാണ്. അതുപോലെ ഈ ഭാഗം ബോട്ടം ലൈനാണ്. ഈ ഒരു ഭാഗം എന്താണ്? ഷോൾഡർ ലൈനാണ്. ഈ ലൈനാണ് ഷോൾഡർ ലൈൻ. ഈ ലൈൻ ഷോൾഡർ ലൈനിലാണ് ഷോൾഡറിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണോ കട്ടിങ് ലൈൻ നമുക്ക് ആവശ്യമുള്ള കട്ടിങ് ലൈൻ മാത്രം മതി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൽ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് കട്ടിങ് ലൈൻ എന്ന് പറയുന്നത് ബാക്ക് ഒരു ലെറ്റർ എ സ്റ്റാർട്ട് ചെയ്തു. M1 M1 അത് കഴിഞ്ഞിട്ട് N1 അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് M1 N1 A2 A1 ആൻഡ് A. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ബാക്ക് യോക്കാണ് കേട്ടോ. ബാക്ക് പാർട്ടിൽ വരുന്ന ബാക്ക് യോക്കാണ്. ഇവിടെ ബാക്ക് യോക്ക് എന്ന് മാർക്ക് ചെയ്യാം. അതിന് ബാക്ക് സെപ്പറേറ്റ് പാർട്ട് വരുന്നത് സ്മോൾ ലെറ്റർ A1 A2 N2 S1 F C G1 G ആൻഡ് A1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് കട്ട് ചെയ്തെടുക്കുന്നത് A1 A2 N2 S1 F C G1 G ആൻഡ് A. ഇങ്ങനെ ഒരു പീസാണ് ബാക്ക് വരിക. ആദ്യം വന്നിരിക്കുന്നത് ബാക്ക് യോക്കാണ്. M1 N1 A2 A1 ആൻഡ് A. ഈ ഒരു ഭാഗം യോക്കാണ്. യോക്ക് കട്ട് 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഗ്രെയിൻ ലൈൻ എന്ന് പറയുന്നത് യോക്ക് പാർട്ടിൻ്റെ ഗ്രെയിൻ ലൈൻ ഇങ്ങനെ ഈ ഒരു ഇതിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പം സെപ്പറേറ്റ് മാർക്ക് ചെയ്യണമെന്നില്ല. ഇത് കട്ട് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഓൺ ഗ്രെയിനാണ്. ഇപ്പോൾ രണ്ടും ഒരേ ടൈമിന് വന്നു. പിന്നെ ഇതിൽ സീം അലവൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ഭാഗം സെപ്പറേറ്റ് ചെയ്ത് വരും. ഇവിടെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യും. ഇനി ഫ്രണ്ട് പാർട്ട് വരുന്നത് കട്ടിങ് ലൈൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ വരുന്ന സമയത്ത് O R H H1 D കഴിഞ്ഞാൽ പിന്നെ F S1 S P3 P1 ആൻഡ് O. അപ്പോൾ ഇത്രയാണ് വേണ്ടത്. ഒന്നുകൂടി നോക്കാം. O R H H1 D F S1 S P3 P1 O. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടായി. ഫ്രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് 2 ആണ്. ബാക്ക് കട്ട് 1 ആണ്. കട്ട് 1 കാരണം ഇവിടെ ഫോൾഡ് ആണ്. ഫ്രണ്ടിൻ്റെ കേസിൽ വരുന്ന സമയത്ത് കട്ട് 2 ആണ്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇത് ഇത്രയും മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങൾ. ആണ് മെയിനായിട്ടുള്ള ലാൻഡ് മാർക്സ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ സീം അലവൻസ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്.
ഓക്കെ, താങ്ക് യു.